സോഷ്യൽ ഹെൽത്തിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോഷ്യൽ ഹെൽത്ത് എന്താണ്? സോഷ്യൽ ഹെൽത്ത് എന്ന് കുറച്ചു പേരൊക്കെ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഒരാള് ഔട്ടായി, നെറ്റിന്റെ എന്തോ പ്രശ്നം വന്നിട്ട് ഒന്ന് കട്ടായിട്ട് പിന്നെ തിരിച്ച് രണ്ടാമത് റീഓപ്പൺ ആയി വന്നതാണ്. അപ്പൊ എന്താണ് സോഷ്യൽ ഹെൽത്ത്? സോഷ്യൽ ഹെൽത്ത് എന്ന് സാധാരണ ആളുകൾ ആരും കേട്ടിട്ടുണ്ടാവും. സാമൂഹികമായിട്ടുള്ള ഹെൽത്ത്. നമ്മള് ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ, സ്പിരിച്വൽ, ഫിനാൻഷ്യൽ വെൽബീങ്ങിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു വെൽബീങ്, ഒരു നല്ല ഹെൽത്തിലേക്ക് നമുക്കായി തീരാൻ സാധിക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫിസിക്കൽ ഹെൽത്ത്, മൈൻഡ് ഹെൽത്ത്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സോഷ്യൽ ഹെൽത്ത് എന്ന് പറയുന്നത്. സോഷ്യൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സാമൂഹ്യ ജീവിയാണ്. നമ്മൾ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത്. നമ്മൾ ഒത്തിരി ആളുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെയും ഡിപ്പെൻഡ് ചെയ്ത് ഒത്തിരി പേര് ജീവിക്കുന്നത്. നമ്മൾ സമൂഹത്തിന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുക. സോഷ്യൽ ഹെൽത്തിന്റെ ഏറ്റവും ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ആരുടെയെങ്കിലും വേർപിലിന്റെ ഒരു ഉൽപ്പന്നമാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഒരു സൊസൈറ്റി എന്ന് പറഞ്ഞാൽ. ആ സൊസൈറ്റി എല്ലാവരും എല്ലാ കാര്യങ്ങളും, ഓരോ വ്യക്തിയും അവരുടെ കാര്യങ്ങളെല്ലാം അങ്ങ് നിർവഹിക്കാം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പൊ നമ്മൾ സാമൂഹിക ജീവി എന്ന് പറയുന്നത്, ഒരു സോഷ്യൽ അനിമൽ എന്ന് പറയുന്നത് അതാണ്. നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ നമ്മുടെ ഫാമിലി നമ്മളെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത്. ഡിപ്പെൻഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന പലതും മറ്റുള്ളവരുടെ പ്രയത്ന ഫലമാണെന്ന് നമുക്ക് അറിയണം. അപ്പൊ അതിന് കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്ന വ്യത്യസ്തമായ കഴിവുകൾ നൽകിയാണ്. വ്യത്യസ്തമായ കഴിവുകൾ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള കഴിവുകളുണ്ട്. അതേപോലെ തന്നെ കുറച്ച് പൊട്ട സ്വഭാവമുണ്ട്. നല്ല നന്മകളും തന്നിട്ട് അതുപോലെ കുറച്ച് തിന്മകളും തന്നു. ഇത് രണ്ടും നല്ല കാര്യത്തിന് വേണ്ടിയാണ് നമുക്ക് പ്രകൃതി തന്നിരിക്കുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഇങ്ങനെ. അപ്പൊ നമ്മൾ നമ്മളുടെ കഴിവുകൾ തിരിച്ചറിയുക, നമ്മളുടെ പാഷൻ തിരിച്ചറിയുക, നമ്മളുടെ എന്തിലാണ് ആവേശമുള്ളത്, നമ്മൾ എന്ത് ജോലി ചെയ്യാനാണ് നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്നത്, അതാണ് നമ്മുടെ ആവേശം എന്ന് പറയുന്നത്. ആ ആവേശം കണ്ടെത്തി കഴിഞ്ഞാൽ ആ ആവേശം ഉൾപ്പെടുന്ന ഒരു ജോലിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ടാവും. അതേസമയം നമ്മൾക്ക് ആത്മാർത്ഥത ഇല്ലാത്തതിന്റെ പ്രധാന കാരണം നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു ജോലിയല്ല ചെയ്യുന്നത് എന്നുള്ള കാരണം കൊണ്ടാണ്. പക്ഷെ നമ്മുടെ ആവേശം അതിലല്ല. പലതരത്തിലുള്ള കഴിവുകൾ നൽകിയാണ് പ്രകൃതി വിട്ടിരിക്കുന്നത്. ആ കഴിവുകൾ സമൂഹത്തിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതാണ് നമ്മൾ സോഷ്യൽ അനിമൽ എന്ന് പറയുന്നത്. നമ്മൾ ഒത്തിരി പേരുടെ കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു, സെയിം ടൈം നമ്മളുടെ കഴിവുകൾ മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് നമ്മുടെ പാഷൻ അല്ലെങ്കിൽ നമ്മുടെ ആവേശം തിരിച്ചറിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിന്റെ ദൗത്യം എന്താണെന്ന് മനസ്സിലാക്കും. ആ ദൗത്യമാണ് സമൂഹത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത്. അപ്പൊ നമ്മുടെ കഴിവുകൾ തിരിച്ചറിയാനുള്ള ഒരു മാർഗമാണ് ഈ സോഷ്യൽ വെൽനസിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. സോഷ്യൽ വെൽനസ് നമ്മളുടെ കഴിവുകൾ എന്താണെന്ന് ഓരോന്നായി മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് എന്താണ് ആ സോഷ്യൽ വെൽനസിലുള്ളത്? ദ ഫ്യൂച്ചർ ബിലോങ്സ് ടു ദോസ് ഹു ബിലീവ് ഇൻ ദി ബ്യൂട്ടി ഓഫ് ദെയർ ഡ്രീംസ്. അപ്പൊ നമ്മൾ ഒത്തിരി ഡ്രീംസ് കാണണം, നല്ല നല്ല കാര്യങ്ങൾ കാണണം എന്ന് പറയുന്നതാണ് നമ്മളെ ഡെവലപ്പ് ചെയ്യാനും മുന്നോട്ട് പോകാനും സഹായിക്കുന്നത്. നമ്മൾക്ക് എന്തെങ്കിലും ഒരു മിഷൻ വേണം. മിഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാനുള്ളത്. ഏത് പ്രായത്തിലാണെങ്കിലും നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ജീവിക്കാനുള്ള ആ ഒരു എനർജി ലഭിക്കുക. അപ്പൊ നമുക്ക് നോക്കാം നമ്മളുടെ കഴിവുകൾ ഏതിലൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഏതൊക്കെ തരത്തിലാണ് പ്രകൃതി ആളുകളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അത് മനസ്സിലാക്കാൻ വേണ്ടി വേറൊന്നുമില്ല, 4 സ്വാഭാവികമായിട്ട് നല്ല വ്യത്യസ്തമായിട്ട് 4 സ്വഭാവ പ്രകൃതികളും അവയുടെ സവിശേഷതകളുമാണ് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള 4. പക്ഷെ ആ 4ഉം ഒരു വ്യക്തിക്ക് ആ 4ലും ഒരു സ്വഭാവം മാത്രമായിരിക്കില്ല. ഇതിന്റെ വ്യത്യസ്തമായിട്ടുള്ള കോമ്പിനേഷൻ ആയിരിക്കും പല ആളുകൾക്കും ഉള്ളത്. ഓരോ സ്വഭാവ പ്രകൃതിക്കും സവിശേഷമായ കരുത്തുകളും ഉണ്ട്, അതുപോലെ പോരായ്മകളും ഉണ്ട്, വീക്ക്നെസ്സും ഉണ്ട്, സ്ട്രെങ്തും ഉണ്ട്, പെരുമാറ്റ രീതികളും ഉണ്ട്. അപ്പൊ ഓരോരുത്തരും പെരുമാറുന്നതിന്റെ പ്രധാന അയാൾ ആ രീതിയിൽ പെരുമാറുന്നതിന് ചില കാരണങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക.
അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ തിരുത്താൻ ശ്രമിക്കാതിരിക്കുക. എല്ലാവർക്കും അവരവരുടേതായ സ്വഭാവ രീതികളുണ്ട്. അവരെ പെരുമാറുന്നത് അതാണ് എന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളതാണ്. അപ്പൊ നാല് സ്വഭാവ രീതികൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ പറഞ്ഞ പവർഫുൾ കോളറിക് എന്ന് പറയും. കരുത്തനായ നേതൃത്വ ഗുണവും അതുപോലെ നിശ്ചയദാർഢ്യവുമുള്ള ചില ആളുകൾ, അവരാണ് ഈ ലോകം ബിൽഡ് ചെയ്തിരിക്കുന്നത്. അവർ പവർഫുൾ ആണ്, അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ അറിയാം. അപ്പൊ എന്തൊക്കെയാണ് അവർക്കുള്ള കരുത്തുകൾ എന്ന് നമുക്ക് ആദ്യമേ നോക്കാം. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ പോപ്പുലർ സാങ്കിങ്. 4 ടൈപ്പിന്റെ പേര് ഞാൻ പറയാം. പോപ്പുലർ സാങ്കിങ് എന്ന് പറയുന്ന ജനപ്രിയനായ സന്തോഷവാന്മാരും പെട്ടെന്ന് ഇണങ്ങുന്നവരും മറ്റുള്ളവരായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ കഴിവുള്ളവരായിരിക്കും. അടുത്തതെന്ന് പറയുന്ന പെർഫെക്റ്റ് മെലങ്കലിക് എന്ന് പറയുന്ന ആള്, പരിപൂർണത ആഗ്രഹിക്കുന്ന എല്ലാ അടുക്കും ചിട്ടയുള്ള ശാന്തശീലരും കൃത്യനിഷ്ഠയുള്ളവരുമാണ് ഈ മൂന്നാമത്തെ കൂട്ടരുന്നത്. ഇനി 4ാമത് ഒരാളും കൂടി ഉണ്ട്, പീസ്ഫുൾ പ്ലമാറ്റിക് എന്ന് പറയും. പീസ്ഫുൾ പ്ലമാറ്റ് സമാധാനപ്രിയനായ ശാന്ത സ്വഭാവക്കാരനും വിട്ടുവീഴ്ച മനോഭാവവും ഉള്ള ആളുകളായിരിക്കും 4ാമത്തേത്. ഇത് നമ്മൾ ഇത് ഓരോരുത്തരെയും ഏത് രീതിയിലാണ് അവരെ എന്ന് നമുക്ക് ആദ്യമേ ഉള്ളത് കരുത്തരായ വ്യക്തികൾ, പവർഫുൾ കോളറിങ്. അവരുടെ കരുത്തുകൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ കരുത്ത് എന്ന് പറഞ്ഞാൽ മികച്ച നേതൃപാഠമാണ്. അവർ ഭയങ്കര ലീഡേഴ്സ് ആയിരിക്കും. കാര്യങ്ങൾ ചെയ്യാൻ അറിയാവുന്ന വ്യക്തികളായതുകൊണ്ട് ആളുകളെ ലീഡ് ചെയ്യുക, ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ മുമ്പേ ചെയ്തു പോകുന്ന വ്യക്തികളാണ്. അതിനെ ഫോളോ ചെയ്താൽ മതി മറ്റുള്ളവർ. അപ്പൊ ആ നേതൃപാഠവും ഉള്ളവരായിരിക്കും ഇവര്. അത്യന്തം കാര്യക്ഷമതയും നിശ്ചയദാർഢ്യവും ഉള്ളവരാണ് ഇവര്. ഒരു കാര്യം ചെയ്യണം എന്ന് കരുതി കഴിഞ്ഞാൽ അവർ ചെയ്തിരിക്കും. അവർക്ക് അറിയാം എനിക്കത് ചെയ്യാൻ സാധിക്കും, എനിക്കത് അറിയാം എന്ന് നല്ല ബോധ്യം അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം ഒരു കാര്യങ്ങളും ഏറ്റെടുക്കുന്നത്. അത്യന്തം ആ കാര്യക്ഷമത എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ്, നല്ല രീതിയിൽ കറക്റ്റായിട്ട് ചെയ്യാനുള്ള കഴിവ് ഇയാൾക്ക് ഉണ്ടായിരിക്കും. പ്രശ്ന പരിഹാരത്തിന് അതീവ നൈപുണ്യമുള്ളവർ, ഇവരാണ് ലോകം ബിൽഡ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത്. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും എന്തുകൊണ്ട് ഈ പ്രശ്നം ഉണ്ടായി എന്ന് മനസ്സിലാക്കുകയും ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ് ഈ കൂട്ടർ. അവർക്ക് നേതൃത്വ പാഠവുമുണ്ട്, കഴിവുകളുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്, പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള കഴിവുള്ളവരാണ് ഈ കരുത്തരായ പവർഫുൾ കോളറിക് എന്ന് പറയുന്ന വ്യക്തികൾ. എന്നിട്ട് അവർക്കും ഉണ്ട് പോരായ്മകൾ. എന്താണ് അവരുടെ പോരായ്മകൾ എന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും ഉണ്ട് പോരായ്മകളും, കുറച്ച് തന്മകളും പൊട്ടയും ഓരോരുത്തർക്കുമുണ്ട്. പെട്ടെന്ന് ദേഷ്യം വരുന്നവരും ക്ഷമയില്ലാത്തവരുമാണ്. അവർക്ക് എന്തുകൊണ്ട് ദേഷ്യം വരും എന്ന് പറഞ്ഞാൽ, അവർക്ക് കാര്യങ്ങൾ അറിയാം. അവരെ പോലെ മറ്റുള്ളവർ ചെയ്തില്ലെങ്കിൽ അവർക്ക് ഭയങ്കര ദേഷ്യം വരും. കാരണം അവരുടെ ധാരണ എല്ലാവരും അദ്ദേഹത്തെ പോലെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം എന്നുള്ള ഒരു ധാരണ ഉള്ളവരാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് ദേഷ്യം വരുന്നത്. ഒരു ജോലി ചെയ്യാൻ പറഞ്ഞു, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു കൊടുത്തു. അതിനുശേഷം ആ കാണിച്ചു കൊടുത്തതിന് ശേഷം അത് ശരിയായ രീതിയിൽ ചെയ്യാതെ വരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ദേഷ്യം വരും. അതൊന്നും നല്ല ഗുണമൊന്നുമല്ല. മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവരോ ഒരു തരത്തിലുള്ള സഹാനുഭൂതി ഇല്ലാത്തവരുമായിരിക്കും. കാരണം അവരുടെയൊക്കെ ഒരു ജോലി ഏറ്റെടുത്ത് ആ ജോലി തീർക്കുക എന്നുള്ളതാണ് അവരുടെ ആ തലയിൽ എപ്പോഴും ഉണ്ടായിരിക്കുക. അതിന് ബാക്കിയുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നുവെന്നോ, അദ്ദേഹത്തിന്റെ തന്നെ കുടുംബത്തിൽ എന്ത് സംഭവിക്കുന്നോ എന്ന് പോലും അദ്ദേഹത്തിന് ഒരു സഹാനുഭൂതിയും ഇല്ല. അദ്ദേഹത്തിന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രെങ്തും കഴിവും ഒക്കെ ഉള്ള ആളാണ്. എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുപോലെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ പ്രയാസപ്പെടുന്നത്, അതെന്ന് പറഞ്ഞാൽ അവർക്ക് ഒന്നും അങ്ങനെ ഒരു സങ്കടം വന്നു കഴിഞ്ഞാൽ ആ സങ്കടം കാണിക്കുക എന്നുള്ളത് അവരുടെ സ്വഭാവമല്ല. സങ്കടം കാണിക്കില്ല. കാരണം ലോകത്തിലെ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. അതുകൊണ്ട് സങ്കടപ്പെട്ടോ കരഞ്ഞുകൊണ്ടേ ഇരിക്കില്ല. അതെന്ന് പറഞ്ഞാൽ വീട്ടിലൊരു അനിഷ്ട സംഭവം ഉണ്ടായപ്പോലും ആ അനിഷ്ട സംഭവത്തിന് അടുത്ത പടി എന്താ ചെയ്യേണ്ടതെന്ന് അന്വേഷിച്ച് അതിനെക്കുറിച്ച് ചിന്തിച്ച് നടക്കുമ്പോൾ അവിടെ ഒരു സഹാനുഭൂതിയോ അതല്ലെങ്കിൽ അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾക്ക് ഒരു വികാരപരമായിട്ട് അദ്ദേഹത്തിന് വിഷമോ ഒന്നും ചിലപ്പോൾ ഉണ്ടായി എന്ന് വരില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങളുടെ സമൂഹത്തിലോ നിങ്ങളുടെ കുടുംബത്തിലോ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. ഇനി അടുത്ത ആൾക്കാരെന്ന ജനപ്രിയനായ പോപ്പുലർ സാങ്ക്വിൻ എന്ന് പറയും. ഈ പോപ്പുലർ സാങ്ക്വിൻ എന്ന് പറഞ്ഞാൽ അവരുടെ കരുത്തുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ആകർഷണീയമായ നല്ല ആകർഷകത്വമുള്ള വ്യക്തിത്വവും ആൾക്കാരുമായി നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള കഴിവും ഉള്ളവരായിരിക്കും. കാരണം അവർക്ക് ഫ്രണ്ട്സിനെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ വേഗത്തിൽ സാധിക്കും. വേഗത്തിൽ സുഹൃത്തുക്കളെ ഉണ്ടാക്കാനും പുതിയ സാഹചര്യത്തിൽ പെട്ടെന്ന് പൊരുത്തപ്പെടാനും സാധിക്കും.
ഈ വ്യക്തികളൊക്കെയാണ് ഒരു സമൂഹത്തിലേക്ക് കയറി വരുന്ന സമയത്ത് ഹായ് എല്ലാവരും പേര് വിളിച്ച എന്ത് പറയുന്നു, എന്തുണ്ട് വിശേഷം, സുഖമല്ലേ എന്നൊക്കെ ചോദിച്ച് ഒച്ചയ്ക്ക് സംസാരിച്ച് മറ്റുള്ളവരെയൊക്കെ കയ്യിലെടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തികളായിരിക്കും ഇവര്. അവർക്ക് എപ്പോഴും ഇങ്ങനെ ഹൈ ഫൈ ആയിട്ട് ഇങ്ങനെ എപ്പോഴും പൊങ്ങി പൊങ്ങി നിൽക്കാൻ ആഗ്രഹമുള്ളവരെ, അങ്ങേയറ്റം ശുഭാപ്തി വിശ്വാസമുള്ളവരും മറ്റുള്ളവരെ രസിപ്പിക്കുന്നവരുമായിരിക്കും. ഇവര് ഭയങ്കര എന്റർടൈനിങ് കഴിവുള്ളവരായിരിക്കും, മറ്റുള്ളവരെ രസിപ്പിക്കാനും. കാരണം അതിനുള്ള ഇതൊക്കെ അവരുടെ കയ്യിലുണ്ടാവും. അവരെപ്പോഴും ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല ആളായിട്ടിരിക്കുക എന്നുള്ളത് അവരുടെ ഒരു സ്വഭാവ ഗുണമാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി സുഹൃത്തുക്കൾ അദ്ദേഹത്തിനുണ്ടായിരിക്കും. ഇനി അവർക്കുള്ള പോരായ്മകൾ എന്താണ്? അവരുടെ പോരായ്മകൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ശ്രദ്ധ മാറുന്നവരും കാര്യങ്ങളിൽ സ്ഥിരതയില്ലാത്തവരുമായിരിക്കും. എല്ലാ കാര്യങ്ങളും ചെയ്യണം, എല്ലായിടത്തും പോയി ഇടപെടും, പക്ഷെ ഒന്നും ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കില്ല. മറ്റുള്ളവരുമായിട്ടൊക്കെ സംസാരിച്ച് ഇങ്ങനെ ബഹളമുണ്ടാക്കി നടക്കുന്ന ഒരു സ്വഭാവമാണ്. അച്ചടക്കം പാലിക്കാനും ദീർഘകാല ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും പ്രയാസപ്പെടുന്നവരായിരിക്കും. അവർക്ക് തന്നെ കുറെ ഇപ്പൊ ഒരു മീറ്റിംഗ് നടന്നു, ഇനി അടുത്ത മാസം നമുക്ക് ഓണം സെലിബ്രേഷൻ ആണ്. ഓണം സെലിബ്രേഷന് ഓരോരോ കാര്യങ്ങൾ ഓരോരുത്തർ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം എല്ലാം കൂടെ ഏറ്റെടുക്കും. ഞാൻ അത് ഏറ്റോളാം, ഇത് ഏറ്റോളാം എന്നൊക്കെ പറഞ്ഞ് ഏൽക്കും. പക്ഷെ അദ്ദേഹം മറന്നു പോകും, ഒരാഴ്ച കഴിയുമ്പോഴത്തേനും മറന്നു. അടുത്ത മാസം ഓണമാണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ആണെന്നോ ആ ഫംഗ്ഷന് എനിക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു തന്നെന്നോ അതൊന്നും അദ്ദേഹത്തിന്റെ ഓർമ്മയിലുണ്ടാവില്ല. അത് ഏകദേശം ഫംഗ്ഷൻ അടുക്കുന്ന ഒരു 5 ദിവസം മുമ്പ് ആരെങ്കിലും അതിന്റെ ഭാരവാഹി ആരെങ്കിലും വിളിച്ചു ചോദിക്കാൻ എന്തായി നിന്നെ ഏൽപ്പിച്ചിരുന്ന കാര്യങ്ങൾ ചെയ്തോ എന്ന് ചോദിക്കും. എന്ത് അത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പിന്നെ മറ്റുള്ളവരെയൊക്കെ കൂട്ടി അത് എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ചെയ്യുന്ന ഒരു സ്വഭാവമുള്ളവരായി. അവർക്കൊരു അച്ചടക്കം എന്ന് പറയുന്ന ഇല്ല. അവർക്ക് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു ഞാനത് ചെയ്യണം എന്നൊന്നും ഇല്ല. ഹൈ ഫൈ ആയിട്ട് നടക്കുക എന്നുള്ളതാണ് അവരുടെ. എടുത്തുചാട്ടമുള്ളവരും എപ്പോഴും ആവേശം ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ എന്തും വന്നു കഴിഞ്ഞാൽ ഉടനെ ചാടി കയറി അതൊക്കെ ഏൽക്കുന്ന ഒരു സ്വഭാവമുണ്ട്. പക്ഷെ അത് ചെയ്യാൻ അവർക്ക് സാധിക്കില്ല. പക്ഷെ എന്നിരുന്നാലും ഒത്തിരി സുഹൃത്തുക്കളും കാര്യവും ഉള്ളതുകൊണ്ട് അവർ ആരൊക്കെ ഇത് ചെയ്യാൻ കഴിവുള്ളവരെന്ന് കണ്ടെത്തി അവരെ കൊണ്ട് ചെയ്യിക്കാനും അവർക്ക് സാധിക്കുന്നുണ്ടാവും. ഇതാണ് പോപ്പുലർ സാങ്ക്വൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്ന പരിപൂർണത ആഗ്രഹിക്കുന്ന പെർഫെക്റ്റ് മലകൾ. ഇവരെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഇവരാണ് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ആൾക്കാർ. അങ്ങേയറ്റം സംഘാടക ശക്തി, ഓർഗനൈസ് ചെയ്യാൻ കഴിവുള്ളവരാണ്. ഓരോ ചെറിയ കാര്യത്തിലും ശ്രദ്ധ പുലർത്തുന്നവരായിരിക്കും. ഒരു കാര്യം ഏറ്റു കഴിഞ്ഞാൽ അത് വളരെ മൈന്യൂട്ടായിട്ട് ഓരോ കാര്യങ്ങളും ഇന്ന രീതിയിൽ ചെയ്യണം എന്ന് അങ്ങനെ ആ പുള്ളി എഴുതി വെച്ച് അയാൾ ഏൽപ്പിക്കുന്ന അന്ന് മുതൽ അദ്ദേഹത്തിന്റെ തലയിൽ അത് എങ്ങനെ നന്നായി ചെയ്യണം എന്നുള്ള ചിന്തിച്ച് നടക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അതേപോലെ തന്നെ അവർക്കുള്ള കഴിവ് എന്ന് പറഞ്ഞാൽ മികച്ച പ്രശ്ന പരിഹാരകരും ആഴത്തിൽ ചിന്തിക്കുന്നവരുമാണ്. ആഴത്തിൽ നല്ല രീതിയിൽ ചിന്തിക്കും. ഇവരാണ് അധികം ആൾക്കാർ ഈ കഥകൾ മെനയുന്ന ആൾക്കാർ. കഥ എഴുതാനും ഈ സിനിമകളിൽ ഈ പറയുന്ന സ്ക്രിപ്റ്റ് എഴുതാനും അവരുടെ ഇമാജിനേഷനിൽ ഓരോ കുടുംബങ്ങളിലുള്ള കഥയായിട്ട് മെനഞ്ഞ് കൊണ്ടുവരാൻ അവർക്ക് നല്ല ചിന്തിക്കാൻ കഴിവുള്ള വ്യക്തികളായി. അവരാണ് കഥാകാരന്മാരും സിനിമയിലൊക്കെ കൂടുതൽ കഥ എഴുതുന്നവരും ആ രീതിയിൽ കഴിവുള്ള വ്യക്തികളാണ്. കാരണം അവർക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. പിന്നെ ബന്ധങ്ങളിൽ വിശ്വസ്തരും ആശ്രയിക്കാൻ കൊള്ളാവുന്നവരുമായിരിക്കും. നല്ല രീതിയിൽ അവരെന്ന് പറഞ്ഞാൽ കാരണം ഒരു കാര്യം ഏറ്റു കഴിഞ്ഞാൽ അവർ അത് ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യും. അത് അവരുടെ ഒരു സ്വഭാവമാണ്. അപ്പൊ ആ ഉത്തരവാദിത്വ ബോധമുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ആ കാര്യങ്ങൾ ചെയ്യാം. ഇനി അവരുടെ പോരായ്മകൾ എന്താണ്? അവരെന്ന് പറഞ്ഞാൽ അമിതമായി ചിന്തിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അങ്ങേയറ്റം വരെ അതിന് വരാവുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും കൂടി ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അമിതമായി ചിന്തിക്കുന്നത് കൊണ്ട് പല കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ പറ്റാതെ വരും. അമിതമായി സ്വയം വിമർശിക്കുന്നവരോ മറ്റുള്ളവരിലെ തെറ്റുകൾ കണ്ടുപിടിക്കുന്ന ഒരു ആയേക്കാം. അവരെന്തുകൊണ്ട് തെറ്റുകൾ എന്ന് പറഞ്ഞാൽ അത് സമൂഹത്തിൽ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾ അങ്ങനെ നമുക്ക് ചിന്തിക്കാം, ആലോചിക്കാം, നമുക്കത് ചെയ്യാം. പക്ഷെ അതിനകത്ത് ഇന്ന പ്രശ്നങ്ങളുണ്ട് കേട്ടോ എന്ന് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ഇവരായിരിക്കും. ഇവർക്കാണ് അത് അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ഭാവിയിൽ ഇന്ന പ്രശ്നങ്ങൾ വന്നേറിയുന്ന ഒരു സ്വഭാവം അവർക്കുണ്ടാവും. വികാരങ്ങൾ തുറന്ന് പ്രകടിപ്പിക്കാൻ ഇവർക്ക് പറ്റില്ല. എല്ലാം അന്തർമുഖനായിട്ടിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഇപ്പൊ ഒരു വലിയൊരു മീറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു വീട്ടിലെ ഇതിലോ കാര്യങ്ങൾ എല്ലാവരുടെ മുമ്പിൽ എഴുന്നേറ്റ് എന്ന് പറയില്ല. പക്ഷെ അതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം പരിപാടിയും കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ട് പറയും അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാവും, അത് അങ്ങനെ ആയിരുന്നില്ല വേണ്ടത്, ഇങ്ങനെയായിരുന്നു വേണ്ടത് എന്നൊക്കെ പറയും. പക്ഷെ അത് ആ തീരുമാനം എടുക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് ഇന്ന പ്രശ്നങ്ങളുണ്ട് കേട്ടോ, നിങ്ങൾ അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല, ഇങ്ങനെ ചെയ്യണം എന്നൊന്നും ചിലപ്പോൾ എഴുന്നേറ്റ് പറഞ്ഞൊന്നും വരില്ല. പക്ഷെ ചില ഈ സ്വഭാവവും വേറെ പവർ
പവർഫുൾ കോളറിക്കും കൂടെ കൂടി ഒന്നിച്ചു വരുന്ന ഒരു സ്വഭാവമുള്ള വ്യക്തിയാണെങ്കിൽ പ്രശ്നം കണ്ടെത്തുകയും ചെയ്യും, ആ പ്രശ്നത്തിന് ഒരു പരിഹാരവും നിർദ്ദേശിക്കുന്ന സ്വഭാവം. ഞാൻ പറയുന്ന ഈ നാലും ഒരേപോലെ ഒരു വ്യക്തിയിലുണ്ടെന്നല്ല പറയുന്നത്, ബേസിക് ആയിട്ടുള്ള ഈ സ്വഭാവങ്ങളാണ്. ഇതിന്റെ പല കോമ്പിനേഷനുമായിരിക്കും പല വ്യക്തികളും ഉണ്ടായിരിക്കാം. അമിതമായി സ്വയം വിമർശിക്കുന്നവരോ മറ്റുള്ളവരിൽ തെറ്റുകൾ കൂടുതൽ കണ്ടെത്തുന്നവരുമായിരിക്കും. ഇവര് ഉള്ളത് കൊണ്ടാണ് നമ്മൾക്ക് പല പ്രശ്നങ്ങളും ഒഴിവാക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ ഇവരെ എന്ന് പറഞ്ഞാൽ നമ്മള് വീട് പണിയൊക്കെ നടക്കുന്ന സമയത്ത്, പണി നടക്കുന്ന സമയത്ത് അവരെ കൊണ്ടേ കാണിച്ചിട്ടുണ്ട്. നീ നോക്ക്, ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഈ കതക് വെച്ചിരിക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഈ സ്വിച്ച് വെച്ചിരിക്കുന്നതിന് കുഴപ്പമുണ്ടോ എന്ന് പറഞ്ഞാൽ അവര് അത് നോക്കിയിട്ട് അവർ പറയും ഇത് ഇന്ന പ്രശ്നമാട്ടോ, ഇത് ഇങ്ങനെയല്ല വേണ്ടത്, കതക് ഇവിടെ അല്ലായിരുന്നു വേണ്ടത്, ഇപ്പൊ ഡൈനിങ് ടേബിൾ ഇവിടെയാണ് നിങ്ങൾ ഇടാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അതിന് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിക്കും. പക്ഷെ ഇദ്ദേഹം വീടെല്ലാം പണിതിന് ശേഷം ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം അതുപോലെ തന്നെ കുറ്റങ്ങളെ കണ്ടെത്തും. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ മനസ്സിലാക്കിയും നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഇവരോട് പറയാം, നീ ഇതിനകത്തോട് തെറ്റ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കണ്ടെത്താൻ പറഞ്ഞാൽ അവർ കണ്ടെത്തി തരുകയും ചെയ്യും. അത് നല്ല ആത്മാർത്ഥമായിട്ട് പറഞ്ഞു തരുന്ന വ്യക്തി കൂടിയായിരിക്കും. ഉള്ളി തിങ് അവർക്ക് കുഴപ്പങ്ങൾ കണ്ടുപിടിക്കാനാണ് അവർക്ക് ഏറ്റവും കൂടുതൽ കഴിവ് എന്ന് മനസ്സിലാക്കാം. അടുത്തതെന്ന് പറയുന്നത് വികാരങ്ങളെ തുറന്ന് പ്രകടിപ്പിക്കാൻ അവർക്ക് സാധിക്കില്ല. ഇപ്പൊ ഈ പരിപൂർണത ആഗ്രഹിക്കുന്ന ഒരു അമ്മയുടെ വീട്ടിലേക്ക് വീട്ടമ്മയുടെ വീട്ടിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എല്ലാം നല്ല അടുക്കും ചിട്ടയോടി കൂടി എല്ലാം വെച്ചിരിക്കുന്നതാണ്. ഒരു ടീപ്പോയി ആണെങ്കിൽ പേപ്പറും ബുക്സൊക്കെ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ടാവും. അങ്ങനെയെല്ലാം ഡൈനിങ് ടേബിളൊക്കെ വളരെ വൃത്തിയായിട്ടായിരിക്കും. അവിടെ ഒന്നും അനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊന്നും ഉണ്ടാകാനില്ല. ഈ സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡോ ആരെങ്കിലും ചായ കുടിച്ച് ടേബിളിലേക്ക് കപ്പ് വെക്കാൻ തുടങ്ങുമ്പോ തന്നെ അവര് അത് എടുത്തു കൊണ്ടുപോയി കഴുകുന്ന ഒരു സ്വഭാവം. അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടായിരിക്കും. അവരുടെ അങ്ങനെയാണ്. ഒന്നും അൺടൈഡി ആയിട്ടിരിക്കുന്ന അവർക്ക് ഇഷ്ടമല്ല. അതുപോലെ തന്നെ ഇവരുടെ വീട്ടിലേക്ക് ഏതെങ്കിലും കുട്ടികളുള്ള ഫാമിലി വന്നു കഴിഞ്ഞാൽ കുട്ടികൾ വന്നാൽ എന്താ ചെയ്യണേ, അത് വലിച്ചിടും ഇത് വലിച്ചിടും. എന്തെങ്കിലും ടോയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ടോയ്സൊക്കെ അവരുടെ കൊച്ചുമക്കളുടെയൊക്കെ വളരെ സൂക്ഷിച്ചൊക്കെ വെച്ചിട്ടുണ്ടാവും. ഈ കൊച്ചു കുട്ടികൾ വേറെ അടുത്തുനിന്ന് വരുമ്പോൾ ഇതെല്ലാം വലിച്ച് താഴെ ഇടുകയും അവർക്ക് അപ്പൊ തന്നെ അവർക്ക് ഭയങ്കര വിഷമം ഉണ്ടാവും. കാരണം എന്നാലും അവർക്ക് ആ വികാരം പ്രകടിപ്പിക്കാനൊന്നും പറ്റില്ല. ആ കുട്ടികളുടെ അടുത്ത് ചിലപ്പോൾ അതൊക്കെ വാങ്ങിച്ച് വെക്കുകയൊക്കെ ചെയ്യും. അപ്പൊ കുട്ടികളാണ് വന്നിരിക്കുന്നത്, അവർ പോയി കഴിയുമ്പോൾ അത് എടുത്തു വെക്കാന്നുള്ള ഒരു മാനസികാവസ്ഥയിലുള്ള ആൾക്കാരായിരിക്കില്ല. ഇതും വളരെ നന്മയുള്ള ആൾക്കാരാണ്. ഇനി അടുത്തതെന്ന് പറയുന്ന പീസ്ഫുൾ പ്ലമാറ്റിക് എന്ന് പറയുന്നത് സമാധാനപ്രിയരായിട്ടുള്ള ആളുകൾ വളരെ പീസ്ഫുൾ ആണ്. അവരുടെ കരുത്ത് എന്ന് പറയുന്നത് എന്ത് പ്രശ്നം വരുമ്പോഴും അത് തർക്കങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ള വ്യക്തികളാണ്. മധ്യസ്ഥത വഹിക്കാൻ ഇവർക്ക് വളരെ മിടുക്കായിരിക്കും. കാരണം ഇവര് രണ്ടു പേരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കും. കേട്ടിരിക്കുക മാത്രം, അവരൊന്നും വാതുറന്ന് പറയില്ല. കേട്ടിരിക്കലാണ് ഇവരുടെ ഏറ്റവും. അതുകൊണ്ട് തന്നെ രണ്ടുപേരും പറയുന്നത് ഇവർ കേൾക്കും. രണ്ടുപേരും പറഞ്ഞ് ഇദ്ദേഹം ഒന്നും മിണ്ടോ ഇല്ല. എന്നിട്ട് ഈ പറഞ്ഞവരുന്ന വ്യക്തികൾ തന്നെ അവർക്ക് ഒരു പരിഹാരം കണ്ടെത്തുകയും ചെയ്യും. അങ്ങനെയുള്ള നല്ല കഴിവുള്ള വ്യക്തികളാണ് ഈ പ്ലമാറ്റിക് എന്ന് പറയുന്നത്, പീസ്ഫുൾ പ്ലമാറ്റിക്. മികച്ച ശ്രോതാക്കളും മറ്റുള്ളവരും സഹാനുഭൂതി ഉള്ളവരാണ്. ഇപ്പൊ രണ്ടുപേരിലും ആണെങ്കിലും രണ്ടുപേരിലും ആള് കുറ്റം കാണുകയില്ല. അദ്ദേഹം പറയും ഇത് നമുക്ക് ശരിയാക്കി തരാം, അല്ലെങ്കിൽ ഒന്നും മിണ്ടാതെ അവർ രണ്ടുപേരും പറയുന്ന കേട്ടിരിക്കുന്ന വ്യക്തിയായിരിക്കും. ബന്ധങ്ങളിൽ വിശ്വസ്തരും നല്ല രീതിയിൽ പിന്തുണ നൽകുന്നവരായിരിക്കും. എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എടാ നമുക്ക് ഇങ്ങനെയൊന്നും കാര്യങ്ങൾ ആയിക്കോട്ടെ, ഞാൻ വരാലോ, ഞാൻ ചെയ്യാലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യും. ഒന്നിനും ഒരു തെറ്റ് കാണില്ല. എല്ലാ ലോകത്തിൽ ഇങ്ങനെ അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയല്ലേ, അതൊക്കെ നടക്കട്ടെ എന്ന് എപ്പോഴും ചിന്തിക്കുന്ന വ്യക്തിയാണ് അവര്. അടുത്തതെന്ന് പറഞ്ഞാൽ അവരുടെ പോരായ്മ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് ആവശ്യഘട്ടത്തിൽ പോലും ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതാണ്. ഒരു കൺഫ്രണ്ടേഷൻ അവർക്ക് ഇഷ്ടമല്ല. ഇപ്പൊ അദ്ദേഹത്തിന് ഒരു അടി കൊടുത്തു കഴിഞ്ഞാൽ നീ അടിച്ചില്ലേ, ഇനി അദ്ദേഹത്തിന് അത് പ്രതികരിക്കില്ല. അടി കൊണ്ടു ഇനി നിന്റെ അടി കഴിഞ്ഞില്ലേ, നീ പൊക്കോ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും മറ്റുള്ളവരായിട്ടൊരു കൺഫ്രണ്ടേഷനോ അല്ലെങ്കിൽ ഏറ്റുമുട്ടലുകളോ ഒന്നും അതിനകത്ത് തിരിച്ച് റിയാക്ട് ചെയ്യാൻ അവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. പിന്നെ എന്താന്ന് വെച്ചാൽ തീരുമാനങ്ങൾ എടുക്കാൻ പ്രയാസമുള്ളവരും കാര്യത്തിൽ ഉത്സാഹം കുറഞ്ഞ ഒരു കാര്യവും അങ്ങോട്ട് സ്വന്തം ഏറ്റെടുത്ത ചെയ്യാന്ന് ഇങ്ങനെയുള്ള ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ അവരൊന്നും തീരുമാനമില്ല, എല്ലാം മറ്റുള്ളവരായിരിക്കും തീരുമാനിക്കുന്നത്. ഒന്നല്ലെങ്കിൽ അയലക്കാരോ അല്ലെങ്കിൽ ബന്ധുക്കളോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള മറ്റുള്ളവരായിരിക്കും തീരുമാനം. അപ്പൊ തീരുമാനം ആയിക്കോട്ടെ, അവർക്ക് അറിയാലോ, അവരങ്ങോട്ട് തീരുമാനിച്ചോട്ടെ എന്നുള്ള ഒരു ചിന്ത. അതുകൊണ്ട് അദ്ദേഹത്തിന് യാതൊരു വിഷമവും ഇല്ല എന്നുള്ളതാണ്. തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഏറ്റെടുത്ത് നടത്താൻ അവർക്ക് പറ്റില്ല. കാര്യങ്ങൾ തുടങ്ങി വെക്കാൻ മുൻകൈ എടുക്കാൻ പ്രയാസപ്പെടുന്നവരാണ്. ആരെങ്കിലുമൊക്കെ പറഞ്ഞ ഒരു കാര്യം അങ്ങോട്ട് ഉന്തിത്തള്ളി വിട്ട് നമ്മളൊരു കാര്യം തുടങ്ങാന്ന് പറഞ്ഞ് തുടങ്ങി കിട്ടിക്കഴിഞ്ഞാൽ അത് ചെയ്യും.
ഇത് ചെയ്യുന്ന പറഞ്ഞാൽ ഇത് ചെയ്യും. അങ്ങനെയുള്ള ഒരു ടൈപ്പ് ആളായിരിക്കും. അവരുടെ തീരുമാനം മറ്റുള്ളവരായിരിക്കും എടുക്കുന്നത്. സോ ഇതാണ് 4 സ്വഭാവമുള്ള വ്യത്യസ്തമായ സ്വഭാവമുള്ള ആളുകൾ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാനിത് പറഞ്ഞതുകൊണ്ട് ഒരു വ്യക്തി പവർഫുൾ കോളറിക് ആണെങ്കിൽ അത് തന്നെയാണെന്ന് വിചാരിക്കരുത്. ആ പവർഫുൾ കോളറിക്കും അതിന്റെ ഒപ്പം തന്നെ കുറച്ച് പെർഫെക്റ്റ് മെലങ്കുളികളും ചേർന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നല്ല നേതൃപാഠമുണ്ട്, എന്നാൽ വളരെ നീറ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിത്വം കൂടെ കൂടി രണ്ടിന്റെ ഒരു 50-50 ആണെങ്കിൽ അദ്ദേഹം നല്ലൊരു ലീഡറായിട്ട് വരും. കാരണം കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിവുണ്ട്, ചിന്തിക്കാനും കഴിവുണ്ട്, ഭാവിയിലേക്ക് ചിന്തിക്കാനും കഴിവുണ്ട്, നീറ്റായിട്ട് വെക്കാനും എല്ലാം അറിയാം, ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ ഒരു 50-50 ആയിട്ടുള്ള കഴിവുണ്ട്. അങ്ങനെയും ആൾക്കാരാണ്. അതുകൊണ്ട് ഒരാള് ഈ ഒരു ടൈപ്പ് മാത്രമാണെന്ന് വിചാരിക്കരുത്. അതുപോലെ തന്നെ പല കോമ്പിനേഷൻ ഉണ്ട്. ഇപ്പൊ നല്ല നല്ല നേതൃപാഠം ഉള്ള ഒരു പവർഫുൾ കോളറിക്കും ഒരു പ്ലമാറ്റിക്കും ആണെന്ന് വിചാരിക്കാം. അദ്ദേഹത്തിന് മറ്റുള്ളവരെ മാനേജ് ചെയ്യാൻ സാധിക്കും, അദ്ദേഹത്തിന് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കണ്ടെത്താൻ സാധിക്കും, എന്നാ പുള്ളിക്ക് കാര്യങ്ങളും അറിയാം. അപ്പൊ ഈ രണ്ടും കൂടിയ ഒരു പവർഫുൾ കോളറിക്കും ഒരു പ്ലമാറ്റിക്കും കൂടെ കൂടിയുള്ള സ്വഭാവമുള്ള വ്യക്തികളാണെങ്കിൽ അവര് എല്ലാ ജോലിക്കാരെയൊക്കെ വളരെ സന്തോഷിപ്പിച്ചൊക്കെ കൊണ്ടുനടക്കുന്ന വ്യക്തിയായിരിക്കും. അതേപോലെ തന്നെയാണ് ഒരു പവർഫുൾ കോളറിക്കും ഒരു പീസ്ഫുൾ പ്ലമാറ്റിക്കും ആണെന്ന് വിചാരിക്കാം. അദ്ദേഹം എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞ ഒരു മെലങ്കളി ആയിട്ടുള്ള വ്യക്തിയാണെന്ന് വിചാരിക്കും. ആ വ്യക്തിയെ സംബന്ധിച്ച് നല്ല രീതിയിൽ ആൾക്കാരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനും കഴിവുണ്ടാവും, അതേപോലെ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ അതും നല്ലൊരു ലീഡർഷിപ്പിലേക്ക് വരും. അദ്ദേഹത്തിന് എന്ന് പറഞ്ഞാൽ പബ്ലിക് സ്പീക്കിങ്ങിന് കഴിവുണ്ടാവും, എന്നാൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ ചെയ്യുന്നതിനും കഴിവുണ്ടാവും. അങ്ങനെ ഉള്ള കഴിവുണ്ടെന്ന് പറഞ്ഞാൽ അതും ഒരു കോമ്പിനേഷനാണ്. അപ്പൊ ഡിഫറെന്റ് കോമ്പിനേഷൻ ആയിരിക്കും എല്ലാവർക്കും, അല്ലാതെ ഒന്നിൽ മാത്രമല്ല ഒരാള് എന്ന് നമ്മൾ ഒന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്, മനസ്സിലാക്കുക. സോ അപ്പൊ ഇതിനകത്ത് 4 സ്വഭാവ പ്രകൃതികളും അവയുടെ അത് പറഞ്ഞാൽ ടെമ്പറാമെന്റ്സ് അല്ലെങ്കിൽ ട്രേറ്റ്സ് എന്ന് പറയും. ഓരോ വ്യക്തികളുടെ സവിശേഷം. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ഇങ്ങനെ ആൾക്കാരെ കാണാം. നമ്മുടെ കുടുംബത്തിൽ നമ്മളുടെ ആൾക്കാർ ഈ തരത്തിലുണ്ട്. ഓരോരുത്തർക്കും ഇപ്പൊ കുടുംബത്തിൽ തന്നെയുള്ള മക്കൾ തന്നെ പല രീതിയിലായിരിക്കും. അത് അങ്ങനെ പ്രകൃതി അങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ലോകം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മളിവിടെ നോക്കാം, കരുത്തും സ്ട്രെങ്തും പോരായ്മകളും നല്ല രീതികളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇപ്പൊ നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന ആൾക്കാരെ ഒന്ന് നോക്കുക. അതൊരു 4 ടൈപ്പ് ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരെ ഓരോരുത്തരെയും നിങ്ങളൊന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ 4 പേരെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇല്ല, 3 പേരുണ്ട്. അതിൽ ഒരാൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, ഒരാള് അദ്ദേഹത്തിന് ഡയറക്റ്റ് ചെയ്യണം, മറ്റേ ആള് നോക്കിയിരിക്കുകയാണ്, അല്ലെ? അപ്പൊ നമ്മളെന്താ പറയുക, ജോലി ചെയ്യുന്ന ആള് എന്താണ്, അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ അറിയാം. ഈ ജോലി ചെയ്യാൻ അറിയാവുന്ന വ്യക്തി ചെയ്യുവാണെങ്കിലും ചില വ്യക്തികളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ നീ അത് അങ്ങനെ ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം, അതാണ് രണ്ടാമത്തെ വ്യക്തിയാണ്. ഇനി മൂന്നാമതൊരു വ്യക്തിയുണ്ട്, ഇത് ഇവരെന്നാ ചെയ്യണമെന്ന് നോക്കിയിരിക്കുക, എന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കണമെങ്കിൽ അത് കുറ്റം കണ്ടു. അത് നല്ല കാര്യമാണ്, അതിനകത്തൊരു തെറ്റ് വരുത്താതെ കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളും വേണം. അപ്പൊ മൂന്നാമത്തെ ആള് അങ്ങനെ അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇനി 4ാമത് ഒരാൾ കൂടി ഉണ്ട്, നിങ്ങൾ ആ ഫോട്ടോയിൽ കാണുന്നുണ്ടോ എന്നറിയില്ല. അദ്ദേഹം തൊട്ടടുത്ത കസേരയിൽ ഇരിക്കുന്നുണ്ടാവും. അദ്ദേഹത്തിന് ഇതിലൊന്നും വലിയ ഇതൊന്നുമില്ല. അത് ഇവര് 3 പേരും നല്ല മിടുക്കന്മാർ, അവർ ചെയ്തോട്ടെ, നമ്മൾ എന്തിനാ വെറുതെ പോയി അവനെ ശല്യം ചെയ്യണേ എന്ന് പറഞ്ഞ് അവിടെ കസേരയിൽ ഇരിക്കുന്നുള്ളൂ. ചിലപ്പോ വേണമെങ്കിൽ അവിടെ ഇരുന്ന് ഉറങ്ങുന്നുണ്ടായിരിക്കും അയാള്. അപ്പൊ 4ാമത്തെ ആളും അവിടെ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. സോ ഇതാണ് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ സ്വയം മനസ്സിലാക്കാൻ, സെൽഫ് അണ്ടർസ്റ്റാൻഡിങ്. ഇത് നമ്മളുടെ ക്യാരക്ടറിസ്റ്റിക് എന്താണ്, ടെമ്പറാമെന്റ്സ് എന്താണെന്ന് കണ്ടെത്താനുള്ള മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങൾ ആണ് നമ്മൾക്ക് പഠിച്ചെടുക്കേണ്ടത്. അത് നമ്മൾ പോകെ നമ്മൾ ആ ഒരു 40 ക്വസ്റ്റ്യനെയർ ഉണ്ട്. ആ ക്വസ്റ്റ്യനെയറിൽ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളതൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഏത് കാറ്റഗറി പെടുന്നു എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാൻ, റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ, ഇതിനെല്ലാം നമ്മളുടെ സ്വഭാവം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞതെല്ലാം നിങ്ങളിപ്പോ ഇരുന്ന് നോക്കിയപ്പോ ഇന്നയാളുടെ സ്വഭാവം ഈ രീതിയിലാണ് എന്നല്ല, അങ്ങനെയല്ല. എന്റെ സ്വഭാവം ഏത് രീതിയിൽ പെട്ടതാണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം. നമ്മൾ മറ്റുള്ളവരുടെ സ്വഭാവം അല്ല വിശകലനം ചെയ്യേണ്ടത്. നമ്മൾ ഏത് ടെമ്പറാമെന്റ് ഉള്ള ആൾക്കാരാണ്, ഏത് കരുത്തുള്ള ആൾക്കാരാണ്, എന്താണ് നമ്മളുടെ പോരായ്മകളെന്ന് നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞതിന് ശേഷം നമ്മളിലുള്ള പോരായ്മകളെ നമ്മൾ വിട്ടുകളയുകയും അതിനെക്കുറിച്ച് നമ്മൾ ബോധർ ചെയ്യാതിരിക്കുകയും നമ്മുടെ കരുത്തുകൾ എന്താണെന്ന് വെച്ചാൽ ആ കരുത്ത് കൂടുതൽ പോഷിപ്പിക്കാൻ തയ്യാറാവുകയും ചെയ്യുക. അതാണ് ഇതിനകത്ത് ചെയ്യേണ്ട കാര്യം. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമ്മുടെ കഴിവുകേടുകളെ ഓർത്ത് വിഷമിക്കുകയല്ല വേണ്ടത്, നമ്മുടെ കഴിവുകളെ ഉണർത്തി നല്ല രീതിയിലേക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. സോ എമോഷണൽ ഇന്റലിജൻസിനെ ഇത് സഹായിക്കും. തീരുമാനങ്ങൾ എടുക്കാൻ, ഡിസിഷൻ മേക്കിനൊക്കെ ഇത് വളരെ ആവശ്യമാണ്. ജീവിതത്തിലും ബിസിനസ്സിലും വിജയം, സക്സസ് ഇൻ ലൈഫ്
ആൻഡ് ബിസിനസ്, ഇതിലെല്ലാം നേടാൻ വേണ്ടി ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നല്ലതാണ്. അങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളുടെ കുടുംബത്തിലോ നമ്മുടെ വീടുകളിലുള്ള ഓരോരുത്തരുടെയും കഴിവുകൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ നമ്മൾ അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കാനുള്ള ഒരു മാനേജ് ചെയ്യാൻ നമുക്ക് സാധിക്കും. നമുക്ക് എനിക്കില്ലാത്ത കഴിവ് എന്റെ ഭാര്യയ്ക്കുണ്ടെങ്കിൽ ആ ഭാര്യയെ ഡിപ്പെൻഡ് ചെയ്യാം. കുടുംബജീവിതത്തിന്റെ ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് പരസ്പരം നന്നാക്കാൻ ശ്രമിക്കുകയാണ്. ഹസ്ബൻഡ് വൈഫിനെ ഹസ്ബൻഡിന്റെ ലെവലിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കും. അതുപോലെ വൈഫിന്റെ രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച് വയസ്സായി നരച്ച് ഈ ലോകത്തുനിന്ന് പോകല്ലാതെ ഒരിക്കലും നല്ല ജീവിതം അതിങ്ങനെ വഴക്കടിച്ച് ജീവിക്കുക. പക്ഷെ അതൊന്നും ബുദ്ധിമുട്ടല്ലെങ്കിൽ കൂടി നമ്മൾ പരസ്പരം മനസ്സിലാക്കി എപ്പോഴും ഹസ്ബൻഡും വൈഫും എന്ന് പറയുന്ന ഓപ്പോസിറ്റ് ആയിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഒരു ഇഷ്ടം തോന്നുന്നത് കല്യാണം പെണ്ണ് കാണാൻ പോകുമ്പോഴൊക്കെ നമുക്ക് ആ ഇഷ്ടം തോന്നുന്നത് എന്ന് പറഞ്ഞാൽ അത് പ്രകൃതി തന്നിരിക്കുന്ന ഒരു നന്മയാണ്. അത് ആ ഇഷ്ടം തോന്നലെന്ന് പറയുന്നത് അത് ഓപ്പോസിറ്റ് സെക്സ് ഓപ്പോസിറ്റ് ക്യാരക്ടറിസ്റ്റിക്കിനോടായിരിക്കും നമുക്ക് ഇഷ്ടം തോന്നുക. അതായത് നാച്ചുറലി അങ്ങനെ വരും. അപ്പൊ നിങ്ങൾ ഈ ടെമ്പറാമെന്റ്സ് ഒക്കെ എങ്ങനെ എന്ന് ഹസ്ബൻഡും വൈഫും ഒന്നിച്ചിരുന്ന് നിങ്ങൾ പഠിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാകും നിങ്ങൾക്കുള്ള കഴിവ് വൈഫിനുണ്ടായിരിക്കില്ല, പക്ഷെ നിങ്ങൾക്ക് ഇല്ലാത്ത കഴിവുകൾ വൈഫിനുണ്ടായിരിക്കും. അത് ആ ഒരു പാർട്ട്ണർഷിപ്പ് അങ്ങനെ രണ്ടു തരത്തിലായിരിക്കുമ്പോൾ അത് വളരെ നല്ല രീതിയിൽ അത് വർക്ക് ചെയ്യും. ആ കുടുംബജീവിതം നന്നാവും. ഞാനൊരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടാണ്, എന്റെ വൈഫ് ആർട്ടിസ്റ്റിക് മൈൻഡ് സെറ്റ് ആണുള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ലാംഗ്വേജിലൊക്കെ അത്ര മികവ് എനിക്കില്ല. നന്നായിട്ട് സംസാരിക്കാനോ ഭാഷയിൽ അക്ഷരത്തെറ്റ് ഇപ്പോഴും അക്ഷരത്തെറ്റ് വരുന്ന ഒരു ടൈപ്പ് ആളാണ്. അതേസമയം വീട്ടിൽ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും അതിന് മെക്കാനിക്കലായിട്ടോ ഇലക്ട്രിക്കലായിട്ടോ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് സാധിക്കും. പക്ഷെ ഒരു കാര്യം സാഹിത്യപരമായിട്ടും ഭാഷാപരമായിട്ടും ഒക്കെ എന്റെ വൈഫിന് കൂടുതൽ കഴിവുണ്ട്. അപ്പൊ എനിക്കത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാൻ ആളെ ഡിപ്പെൻഡ് ചെയ്യും ആ കാര്യങ്ങൾക്ക് വേണ്ടി. ഇപ്പൊ ഞാനിവിടെ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്ത കാര്യങ്ങളൊക്കെ അക്ഷരത്തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുന്ന അവളാണ്. അപ്പൊ ആ പരസ്പരം ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ ചില വാക്കുകൾ പ്രൊനൗൺസ് ചെയ്യുന്നത് കറക്റ്റ് അല്ല എന്ന് പറഞ്ഞു തരുന്നത് അവളാണ്. ഞാൻ പറയുന്ന ക്ലാസ്സുകളൊക്കെ കേട്ടിട്ട് പറയും അത് അങ്ങനെയല്ല പറയേണ്ടത്, ഇങ്ങനെയാണെന്ന് പറയും. അപ്പൊ ഞാനത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവും. കാരണം എന്ന് പറഞ്ഞാൽ എനിക്കറിയാം അവൾക്കാണ് ആ ഭാഷയിൽ കൂടുതൽ അറിവുള്ളത് എന്ന് അറിയാവുന്നത് കൊണ്ടാണത്. സോ നമ്മൾക്ക് അത് മനസ്സിലാക്കി കഴിയുമ്പോൾ ജീവിതം വളരെ നല്ലതായിരിക്കും. അത് കുടുംബജീവിതത്തിന് മാത്രമല്ല, സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കും, നമ്മൾ ജോലി സ്ഥലത്തും നമ്മളുടെ ബന്ധുക്കളുടെ ഇടയിലും ഒക്കെ നമ്മൾക്ക് മറ്റുള്ളവർ ഏത് തരത്തിലാണെന്ന് മനസ്സിലാക്കാനും അതനുസരിച്ച് നമ്മൾ അവരുമായിട്ട് പെരുമാറാനും അവർക്കും അതനുസരിച്ച് അവരുടെ ഹെൽപ്പ് എടുക്കാനും നമ്മൾ സാധിക്കും. ചില ആളുകൾക്ക് ചില കഴിവുകളുണ്ടെങ്കിൽ നമ്മൾ യെസ് അവനാണത് കഴിവ്, അവരോട് ചോദിക്കുക. നമ്മൾ സാധാരണ നിലയിൽ നമ്മൾ കാര്യങ്ങൾ ചോദിക്കുന്നത് വളരെ വിദ്യാഭ്യാസമുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ പോയി ചോദിക്കും. ഞാൻ പറയുന്നത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇന്റലിജന്റ് എന്ന് പറയുന്ന അവരവരുടെ സബ്ജക്റ്റിലാണ്. അവർ ഏത് ജോലിയിലാണോ മികവ് ആ ജോലി സംബന്ധിച്ച് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും നമ്മുടെ കുടുംബത്തിൽ ഒരു ഡോക്ടറുണ്ട്, ആ ഡോക്ടറോട് ചെന്ന് ചോദിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായ നടപടിയാണ്. ഡോക്ടറോട് അസുഖമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. നമ്മുടെ കുടുംബത്തിൽ ഒരു എഞ്ചിനീയർ ഉണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ നമ്മൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓരോരുത്തർക്കുള്ള കഴിവ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി അവരെ ഡിപ്പെൻഡ് ചെയ്യാനും നമുക്ക് സാധിക്കും എന്നതാണ്. സോ ഇതാണ് നമ്മളുടെ സോഷ്യൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ആ സോഷ്യൽ ഹെൽത്ത് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഫ്യൂച്ചർ ബിലോങ്സ് ടു ദോസ് ഹു ബിലീവ് ഇൻ ദി ബ്യൂട്ടി ഓഫ് ദെയർ ഡ്രീംസ്. ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മൾ നല്ല സ്വപ്നങ്ങൾ കാണാൻ പ്രാപ്തരായി എത്തുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് മനസ്സിലാക്കുക.